A circle of radius 10 cm is drawn with the origin as center. ആധാരബിന്ദു കേന്ദ്രവും ആരം 10-മായി ഒരു വൃത്തം വരക്കുന്നു. Check whether each of the points with coordinate 6, 9, 5, 9, 6, 8 is inside, outside or on the circle. അതായത് ഒറിജിൻ സെന്റർ ആയിട്ട് നമ്മൾ ഒരു സർക്കിൾ വരച്ചല്ലോ. ഒറിജിൻ ആധാരബിന്ദു കേന്ദ്രമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ സർക്കിളിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. ഇനി 6, 9, 5, 9, 6, 8 എന്നീ സൂചക സംഖ്യകളായ ബിന്ദുക്കൾ ഈ വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിൽ തന്നെ എന്ന് പരിശോധിക്കുക. രണ്ടാമത്തെ ചോദ്യം, write the coordinate of 8 points on the circle. ഈ വൃത്തത്തിലെ 8 ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമ്മൾ ഏകദേശം ഒരു സർക്കിൾ വെച്ച് കഴിഞ്ഞാൽ ഒറിജിൻ സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ സൈഡും അല്ലെങ്കിൽ എല്ലാ റേഡിയസും 10 ആണ്. എല്ലാ റേഡിയസ് എപ്പോഴും സെയിം ആയിരിക്കും. ഇനി ഇതിലുള്ള ഓരോ പോയിന്റ്സും സർക്കിളിനകത്താണോ പുറത്താണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? എന്താ, ഒറിജിനിൽ നിന്നും അല്ലെങ്കിൽ സെന്ററിൽ നിന്നും വൃത്ത കേന്ദ്രത്തിൽ നിന്നും ആ ബിന്ദുവിലേക്കുള്ള അകലം കണ്ടാൽ പോരെ. വൃത്ത കേന്ദ്രത്തിൽ നിന്നും ആ ബിന്ദുവിലേക്കുള്ള അകലം റേഡിയസിന് ഈക്വൽ ആണെങ്കിൽ അത് വൃത്തത്തിലായിരിക്കും. റേഡിയസിനേക്കാൾ കുറവാണെങ്കിൽ അത് വൃത്തത്തിനകത്തായിരിക്കും. റേഡിയസിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് വൃത്തത്തിന് പുറത്തായിരിക്കും. അങ്ങനെയല്ലേ വരുള്ളൂ. കാരണം വൃത്തത്തിലാവണം എന്നുണ്ടെങ്കിൽ എന്തായാലും അത് റേഡിയസ് ആവണം. ഓൺ ദ സർക്കിളിൽ വരണമെന്നുണ്ടെങ്കിൽ അത് എന്തായാലും എന്താവണം? റേഡിയസ് ആവണം. ഔട്ട്സൈഡ് ദ സർക്കിൾ വരണമെന്നുണ്ടെങ്കിൽ അത് റേഡിയസിനേക്കാൾ കൂടണം. ഇൻസൈഡ് ദ സർക്കിൾ വരണമെന്നുണ്ടെങ്കിൽ അത് റേഡിയസിനേക്കാൾ കുറയണം. അപ്പൊ നമുക്ക് ഈ ഓരോ പോയിന്റിന്റെയും ഡിസ്റ്റൻസുകളൊന്ന് കാണാം. ആദ്യം 6, 9 എന്ന് പറയുന്ന പോയിന്റ് 0, 0 എന്ന് പറയുന്നത് ഒറിജിൻ സെന്റർ ഒറിജിൻ ആണല്ലോ. നമുക്കറിയാം 0, 0 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്കുള്ള അകലം എന്ന് പറയുന്നത് √(x² + y² ആണ്. അപ്പൊ 6ന്റെ സ്ക്വയർ പ്ലസ് 9ന്റെ സ്ക്വയർ. 6ന്റെ സ്ക്വയർ 36, 9ന്റെ സ്ക്വയർ 81. ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് 117 കിട്ടും. പക്ഷെ 100ന്റെ റൂട്ടാണ് 10. ഓക്കെ, 100ന്റെ റൂട്ടാണ് എന്ത്? 10. അപ്പൊ 100ൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്തായാലും 10ൽ കൂടൂലേ? 10 പോയിന്റ് സംതിങ്ങിലോട്ട് പോകൂലേ? 100ന്റെ റൂട്ടാണ് 10. 10നെ 2 വട്ടം ഗുണിക്കുമ്പോഴാണ് നമുക്ക് 100 കിട്ടുക. അപ്പൊ 100നേക്കാൾ വലിയൊരു സംഖ്യ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ്, എത്ര ഒരു ഡെസിമൽ പോയിന്റ്, ഒരു ഫ്രാക്ഷൻ ഓഫ് പോയിന്റ്സ് പോയാലും ശരി അത് വൃത്തത്തിന് പുറത്തായില്ലേ. 117 എന്ന് പറയുമ്പോൾ എന്തായാലും 10ൽ കൂടുതലാണ്. കാരണം 100ന്റെ റൂട്ടാണ് 10. അപ്പൊ 117 എന്ന് പറയുമ്പോൾ 10നേക്കാൾ കൂടും. അപ്പൊ അത് വൃത്തത്തിന് എവിടെയായിരിക്കും? പുറത്തായിരിക്കും. ഇനി അടുത്ത പോയിന്റ് 5, 9 ആണ്. ഇതും അതേപോലെ തന്നെ 5² + 9². 5ന്റെ സ്ക്വയർ 25, 9ന്റെ സ്ക്വയർ 81. 5, 6, 8, 2, 10, 106. ഇതും 100ൽ കൂടുതലാണ്. അപ്പൊ ഇതും എവിടെയായിരിക്കും? വൃത്തത്തിന് പുറത്തായിരിക്കും. 100ൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ 10ൽ കൂടി, അതിന്റെ റൂട്ട് കാണുമ്പോൾ 10 പോയിന്റ് സംതിങ് വരും. അപ്പൊ ഇതും വൃത്തത്തിന് പുറത്താണ്. ഇനി ഫൈനലി 6, 8 എന്ന് പറയുന്ന പോയിന്റ്, അതും ഇതേ ഇക്വേഷൻ തന്നെ വരിക. 6ന്റെ സ്ക്വയർ 8ന്റെ സ്ക്വയർ. 6ന്റെ സ്ക്വയർ 36, 8ന്റെ സ്ക്വയർ 64. 36, 64 കൂട്ടുമ്പോൾ നമുക്ക് 100 എന്ന് കിട്ടും. 100ന്റെ റൂട്ട് എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ അത് കറക്റ്റ് റേഡിയസ് ആണ്. അപ്പൊ അത് കറക്റ്റ് എവിടെ വരും? ഓൺ ദ സർക്കിൾ വരും, വൃത്തത്തിൽ വരും. ഇനി നമ്മളെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വൃത്തത്തിലുള്ള 8 പോയിന്റുകൾ കാണാനാണ്. വൃത്തത്തിലുള്ള 8 പോയിന്റുകൾ ആ ചിത്രം കാണിച്ചു തരുന്നതിന് മുമ്പ് നമുക്കൊന്ന് അടയാളപ്പെടുത്താം. എന്താ, ഇത് വൃത്തത്തിലുള്ള പോയിന്റ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളം 10 ആണ്. അപ്പൊ ഇവിടെ 10, 0 എന്ന് വരും അല്ലെ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളം 10 ആണ്. പക്ഷെ ഇത് നെഗറ്റീവ് കോർഡിനേറ്റ് ആയതുകൊണ്ട് -10, 0 എന്ന് വരും. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളം 0 ആണ്, 10 ആണ്. പക്ഷെ ഇത് x നോക്കുമ്പോ 0, y-ലാണ് 10. അപ്പൊ 0, 10. ഇനി ഇങ്ങോട്ട് നോക്കുമ്പോ 0 - 10 എന്ന് വരും. 4 നമുക്ക് ഇവിടെ കിട്ടി. ഇനി ഇതാ ഈ 6, 8 വെച്ചുകൊണ്ട് നമുക്ക് 4 ഉണ്ടാക്കാൻ പറ്റും. ഇതാ ഇവിടെ രണ്ടും പോസിറ്റീവ് ആയിട്ട് ഇവിടെ ഒരു 6, 8 വരും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു -6, 8 വരും. എക്സിൽ നെഗറ്റീവ് ആയിട്ട്. ഇതിന്റെ സ്ക്വയർ കാണുമ്പോഴും അത് 6ന്റെ സ്ക്വയർ 36, 8ന്റെ സ്ക്വയർ 64 തന്നെയല്ലേ വരിക. ഇനി ഇവിടുന്ന് നേരെ താഴോട്ട് -6, -8 വരും. ഇവിടുന്ന് നേരെ താഴോട്ട് 6, -8 വരും. കണ്ടോ, ഇപ്പൊ 8 പോയിന്റ് ആയില്ലേ. ഇങ്ങനെയാണ് ഇതിലുള്ള 8 പോയിന്റുകൾ വരുന്നത്. ഓക്കെ, ഒന്ന് ആ ആക്സിസുകൾ വരും. രണ്ടാമത്തത് 6, 8 വെച്ചിട്ട് ഇതേപോലെ നമുക്ക് 4 ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ മൊത്തം 8 പോയിന്റ്സ്.